ഹായ് ഓൾ, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളത്തെ ബ്രേക്കിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബീഫ് സൂപ്പ് കറിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു 2 ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളി, വലിയ തക്കാളിയാണെങ്കിൽ പകുതി മതി, ചെറുതാണെങ്കിൽ ഒരു ഫുൾ തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഏകദേശം 1 കിലോ അടുപ്പിച്ചുള്ള ബീഫുണ്ട്. വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പ്രഷർ കുക്കറിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അധികം എണ്ണ വരണമെന്ന് ആവശ്യമില്ല, നമ്മൾ പ്രഷർ കുക്കർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ കറികളിൽ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു അളവിന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ തക്കാളിയാണെങ്കിൽ പകുതി മാത്രം മതി, ചെറുതാണെങ്കിൽ ഒന്ന് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പും കുരുമുളക് മാത്രമേ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഇത് ഒരുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിനെ അടച്ചിട്ട് വിസിലിട്ട് കൊടുക്കാം. 7 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുന്നുണ്ട്. 7 വിസിലോ അല്ല, നിങ്ങളുടെ ബീഫ് വേവുന്നതനുസരിച്ചിട്ട് വിസിലിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പ്രഷർ പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവുക. അധികം കട്ടിയൊന്നും ഉണ്ടാവില്ല കറി, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ആ ഒരു സമയം നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു കറീൻ്റെ കൂടെ പൊറോട്ട അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഞാനിപ്പോൾ ഇവിടെ ഫ്രോസൺ പൊറോട്ടയാണ് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത്. എനിക്കിതുപോലെ പൊറോട്ടയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ യൂസ് ചെയ്യാവുന്നതാണ്. പൊറോട്ടയായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇതുപോലെ ഫ്രോസൺ പൊറോട്ടയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഡിന്നറിനോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻസിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീണ്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ.